ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോയ്സ് കുക്കിംഗ് സ്റ്റൈൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് എല്ലു ഇറച്ചി എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വീട്ടിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഹോട്ടലുകൾ ഇതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് എല്ലു ഇറച്ചിയും കഴിക്കുക എന്നുള്ളത്. ഇത് എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു തന്ന റെസിപ്പിയാണ് ഇതിൻ്റെ റെസിപ്പി. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ഈ എല്ലു ഇറച്ചിയും കപ്പയും ഉണക്ക കപ്പയും അല്ലെങ്കിൽ പച്ചക്കപ്പയും കൂടെ കഴിച്ചിട്ടാണ് പാടത്തേക്ക് നമ്മുടെ കാരണവന്മാരൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇത് കഴിച്ചാൽ നല്ല എനർജിയാണ്. അതുകൊണ്ടാണ് കാലത്തെ അവർ ഇത് കഴിച്ചിട്ട് പോയാൽ പിന്നെ 3 മണി 4 മണി ആകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാൻ 4 മണിക്കാണ് അവർ തിരിച്ചു വരുന്നത്. ഇത്രയ്ക്ക് അത്ര നേരം വിശപ്പില്ലാതെ നല്ല നമ്മുടെ ശരീരം നമ്മുടെ ഹെൽത്ത് പിന്നെ കിടത്ത് സൂക്ഷിച്ച് ഈ എല്ലു ഇറച്ചി നമുക്ക് ഒത്തിരി ഗുണങ്ങൾ തരുന്നു. അത്രയ്ക്കും പവർ നമുക്ക് തരുന്നു. അമ്മയുടെ റെസിപ്പി, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ എല്ല് ഇറച്ചിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇത് മല്ലി പൊടിച്ചത് 3 സ്പൂൺ മല്ലിപ്പൊടിയാണുള്ളത്. ഇത് ബീഫിൻ്റെ മസാലയാണ്, ബീഫ് മസാല. ഇത് 2.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതിലേക്ക് ഇടേണ്ട തേങ്ങാക്കൊത്ത്. ഇത് 3/4 സ്പൂൺ മഞ്ഞൾ പൗഡർ. ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തേക്കുന്നത്. വറ്റൽ മുളക് 6 പീസ്. പെപ്പർ പൗഡർ 1.5 സ്പൂണ്. പിന്നെ കടുക്, കരിയാപ്പില, പച്ചമുളക് 4 എണ്ണം, ഉള്ളി 1.5 ഉള്ളിയാണ്, വലിയ സവോളയാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളി ഞാൻ 15 ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി എടുത്തേക്കുന്നത് ഞാൻ 50 ഗ്രാമാണ്. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇഞ്ചി കുറച്ച് കുറവായിരിക്കണം, വെളുത്തുള്ളി കുറച്ച് കൂടുതലായിരിക്കണം, എന്നാലും നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളേ ഉള്ളൂ. ഇനി നമ്മൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതിലേക്ക് ഇപ്പം നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നാടൻ വെളിച്ചെണ്ണയാണ്. അത് ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് കടുക് ഇടുകയാണ്. അപ്പോൾ കടുക് പൊട്ടിയിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ പെരിഞ്ജീരകം, കരിയാപ്പില, പച്ചമുളക്, അതിന് ശേഷം നമ്മൾ സവോള ഇടുകയാണ്, വെളുത്തുള്ളി ഇടുകയാണ്, ഇഞ്ചി, ഇതിൽ പച്ചമണം തോന്നുന്ന വരെ നമ്മൾ മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇടുകയാണ്. നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഉള്ളിയും അണങ്ങിയ ഈ മസാല നമ്മൾ മാറ്റുവാണ്, സെപ്പറേറ്റ് മാറ്റുവാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് വറക്കാൻ വേണ്ടി നമ്മളിത് ഈ ഉരുളിയിൽ നിന്ന് മാറ്റുകയാണ്. നമ്മളിനി എല്ലും ഇറച്ചിയും കൂടെ വേവിച്ചെടുക്കാൻ പോവാണ്. എല്ലിറച്ചി അതിനുവേണ്ടി നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ്. ഞാൻ കുറച്ച് മുഴുപ്പിലാണ് ഇത് കണ്ടിച്ചേക്കുന്നത്. ഇത് പോത്തിൻ്റെ ഇറച്ചിയാണ്. കുറച്ച് മുഴുപ്പിലാണ് കണ്ടിച്ചെടുത്തേക്കുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക. ഉപ്പ് ആവശ്യത്തിന് മിക്സ് ചെയ്യണം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് മിക്സ് ചെയ്യുക. അധികം വേണ്ട, കുറച്ച് ഒരു 1/2 സ്പൂൺ. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കുക. കുറച്ച് പെരിഞ്ജീരകം കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ. അധികം വേണ്ട, ഓൾറെഡി നമ്മൾ പെരിഞ്ജീരകം ഇട്ട് കഴിഞ്ഞു. എല്ലാത്തിലും മസാല പിടിക്കുന്ന പോലെ നന്നായിട്ട്
ഒന്ന് മിക്സ് ചെയ്ത് വിടണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കണം. ശേഷം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബീഫ് ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലകൾ നമുക്ക് വറുത്തെടുക്കാം. ആ ഉള്ളിയൊക്കെ വറുത്ത് അതേ ഇതിലാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ മല്ലിപ്പൊടി ആദ്യം മല്ലിപ്പൊടി ഇടുകയാണ്. മല്ലിപ്പൊടി വീട്ടിൽ തന്നെ വറുത്ത എടുത്ത് പൊടിച്ചതാണ്. അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നും തന്നെയായിരിക്കും. കുറച്ച് മീറ്റ് മസാല ഇടുകയാണ്. കാശ്മീരി ചില്ലി പൗഡർ ഇടുകയാണ്. കുരുമുളക് അതിൻ്റെ പൊടി ഇടുകയാണ്. ആയിട്ട് ഇളക്കുക. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് വറക്കാൻ വേണ്ടി. ഇനി അടി പിടിക്കും. നിങ്ങൾ ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. വീട്ടിൽ ചെയ്ത് നമുക്ക് അവധി ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇത് കപ്പയുടെ കൂടെയോ അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെയോ ഇതൊക്കെ എവിടെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇത് കൂട്ടി കഴിക്കാവുന്നതാണ്. വറ്റൽമുളക് ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്. ഈ മസാലപ്പൊടി വറുക്കുന്ന സമയത്താണ് വറ്റൽമുളക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പില കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഞാൻ സാധാരണ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, കരിയാപ്പില നമ്മൾ എത്രമാത്രം കൂട്ടി കൊടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതൽ കിട്ടും. എല്ലു ഇറച്ചി കുക്കായി നമ്മളിതിലേക്ക് ഇടുകയാണ്. മസാല റെഡി ആയിട്ടുണ്ട്. ബീഫിൻ്റെ വെള്ളം നമ്മൾ അതിലുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. നമ്മൾ ആദ്യം വറുത്ത് വെച്ച ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ ഒന്നും കൂടെ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. എല്ലു ഇറച്ചി ഇതിലേക്ക് മിക്സ് ചെയ്തേക്കുവാണ്. കുക്കറിൽ ബീഫിൻ്റെ സൈസ് അനുസരിച്ച് ചിലപ്പം 4 വിസിലൊക്കെ വേണ്ടി വരും. അത് നോക്കി ചെയ്യണം. എനിക്കിപ്പോൾ ഞാൻ 2 വിസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിന് 4 വിസിലായിട്ടുണ്ട്. നമ്മൾ ഈ മസാല ഇങ്ങനെ ഈ മസാലയ്ക്കകത്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഹൈ ഫ്ലെയിം വെക്കരുത്. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. നമ്മളുടെ എല്ല് ഇറച്ചി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് വെന്താൽ മതിയാവും. എന്നിട്ട് നമ്മുടെ കുക്കിംഗ് പൂർത്തിയാവും. ഫ്രണ്ട്സ്, നമ്മുടെ എല്ലിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെന്തിട്ടുണ്ടെന്നുള്ളതും മസാലയെല്ലാം റെഡി ആയിട്ടുള്ളതിൻ്റെ തെളിവാണ് ഈ ഓയിൽ മോളിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ, ശ്രദ്ധിച്ച് നോക്കി കാണാം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് കപ്പയുടെ കൂടെയോ, ഉണക്കക്കപ്പയായിരിക്കും ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പുട്ട് അങ്ങനെയുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ എല്ലു ഇറച്ചി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയുകയാണ്. നമ്മൾ
എല്ലു ഇറച്ചി മേടിക്കുമ്പോൾ മുഴനെഞ്ചിൻ്റെ ഇറച്ചി മേടിക്കണം. നമ്മൾ മീറ്റ് ശാല ചെന്നിട്ട് നമ്മൾ മുഴനെഞ്ചിൻ്റെ ഇറച്ചി ആയിരിക്കുമ്പോൾ നമുക്ക് നല്ല സ്വീറ്റ് ഇത് നല്ല ടേസ്റ്റ് തരുന്നത്. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് മുഴുപ്പിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടി, കാരണം കുറേ നേരം ഇരുന്ന് വേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്യോട് കൂടി വേണം മേടിക്കാൻ. പിന്നെ ഞാൻ ഈ പറഞ്ഞ അളവ്, ഒരു ഫുഡ് നന്നാവുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഫുഡ് നന്നാവുന്നത് ടൈം, കുക്ക് ചെയ്യുന്ന ടൈമും മസാല, എത്രമാത്രം മസാലയുടെ അളവുമാണ് ഒരു ഫുഡിനെ ഏറ്റവും ബെസ്റ്റ് ആക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന അതേ മസാലയുടെ അളവിൽ നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, നല്ലൊരു വിഭവമായിരിക്കും. നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഈ കരിയാപ്പല കുറച്ച് കൂടുതലിട്ട് നമ്മൾ വേവിക്കണം. നല്ലൊരു ടേസ്റ്റ് തന്നിരിക്കും. ഇത് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഉടൻ ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ആൾ.